ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സിമ്പിളും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഇത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ്. കുർത്തിക്കൊക്കെ നല്ല അടിപൊളിയാണ് ഇങ്ങനത്തെ ഒക്കെ നെക്ക് തയ്ച്ചെടുക്കുമ്പോൾ. ഇതിപ്പോൾ ക്യാൻവാസ് ഞാൻ എടുത്തിട്ടുള്ളത് 8.5 ഇഞ്ച് ലെങ്ത്തും 5 ഇഞ്ച് വിഡ്ത്തുമാണ്. 2 മടക്കിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. ലെങ്ത്ത് എടുക്കുന്നത് 6.25 ഇഞ്ച്. ലെങ്ത്തും വിഡ്ത്തും മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നും കുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 5 ഇഞ്ചിൽ ഒരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് ഇതൊരു സ്ക്വയർ പോലെ വരച്ചു കൊടുക്കുക. 4.5 മുതൽ 5 ഇഞ്ച് വരെ നമുക്ക് ഈ ഒരു മാർക്കിങ് കൊടുക്കാം. ഈ കോർണറിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സൈഡിൽ 1/2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ചെരിച്ച് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഈ രീതിയിലാണ് മാർക്കിങ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ചിലൊരു ബ്രിഡ്ജ് പോലെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നെക്കിൻ്റെ മെഷർമെൻറ്റിൽ വ്യത്യാസം വരില്ല. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലൊരു 3/4 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചിലോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്. ഇത് നമുക്കിനി വേറൊരു തുണിയിൽ അയൺ ചെയ്തിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ അയൺ ചെയ്ത് സൈഡെല്ലാം അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ട് ഇതിൽ പിൻകുത്തി വെച്ച് കൊടുക്കാം. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്നൊരു കട്ട് കൊടുത്തിട്ട് നമുക്കിതിൽ കറക്റ്റായിട്ട് പിന്നുകുത്തി വെച്ച് കൊടുക്കാം. സെൻറ്ററിലും ഒരു കട്ട് കൊടുക്കണം. എന്നിട്ട് കറക്റ്റ് ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് അല്ലേ നോക്കിയിട്ട് വേണം പിന്നു കുത്തി കൊടുക്കാൻ. ലോവിൽ നിർത്തിയിട്ട് തയ്ച്ച് കൊടുക്കുക. നെക്ക് തയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ സ്ലോവിൽ തയ്ച്ചെടുക്കണം. ഈ ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കോർണറിലൊക്കെ കറക്റ്റായിട്ട് കട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിടുമ്പോൾ ആ കോർണറൊന്നും ശരിയായി കിട്ടില്ല. ഇതിന് മുന്നേ ഞാൻ ഒരുപാട് നെക്ക് ഡിസൈൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലിലൊന്ന് കയറി നോക്കുക. എന്നിട്ടിത് മറിച്ചിട്ട് കൊടുക്കുക. ഈ കോർണറൊക്കെ ഇതുപോലെ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. കറക്റ്റായിട്ട് പോയിൻ്റ് ക്ലിയറായി കിട്ടും. നെക്ക് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതിങ്ങനെ മറിച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.